ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം ദേവന്മാരെ പൂജിച്ച് ആരാധിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ദേവന്മാരെ പുരാണത്തിൽ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ത്രിമൂർത്തികൾക്ക് ഒരു പ്രത്യേക സ്ഥാനം തന്നെ കൽപ്പിച്ചിട്ടുണ്ട്. ഓരോ ബ്രഹ്മാണ്ടത്തെയും സംബന്ധിച്ചിട്ടുള്ള സൃഷ്ടിസ്ഥിതി സംഹാര തിരോധാനാനുഗ്രഹങ്ങൾ നിർവഹിക്കുന്ന സർവേശ്വരൻ നിത്യസിദ്ധനായിട്ടുള്ള ഒരു സവിശേഷ ആത്മാവാണെന്നത്രേ യോഗശാസ്ത്ര സിദ്ധാന്തത്തിൽ പറയുന്നത്. വേദങ്ങൾ ശബളൻ എന്ന് വിളിക്കുന്ന ഈ സർവേശ്വരന്റെ ഇച്ഛാജ്ഞാന ക്രിയകളാകുന്ന ഭാവത്രയം മൂർത്തിമത്തായതാണത്രേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെന്ന മൂർത്തിത്രയങ്ങൾ. കബലാമതം പറയുന്നു, അനാദിയായതുകൊണ്ട് ഈശ്വരൻ ഒന്നേയുള്ളൂ. എപ്പോഴും പുതിയതായി ആവിർഭവിക്കുന്നതുകൊണ്ട് ഈശ്വരൻ ത്രിത്വമാണ്. ലോകത്തിലെങ്ങും തന്നെ എന്ന് പറയട്ടെ, ഈശ്വര ചിഹ്നം ത്രികോണമാണത്രേ. ത്രിമൂർത്തിത്വം എന്നുള്ളത് അസംഖ്യം ജന്മങ്ങളെ കൊണ്ട് ഉയർന്നുയർന്നു പോയ ജീവാത്മാക്കൾ നേടിയ പരമസ്ഥാനമാണെന്ന് ശ്രീ ശങ്കരാചാര്യർ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ പറയുന്നുണ്ട്. സ്വന്തം പ്രയത്നത്തിന്റെ മാഹാത്മ്യം കൊണ്ടാണ് രണ്ട് ജീവാത്മാക്കൾ വിഷ്ണുവും ശിവനും ആയതെന്ന് യോഗ വാസിഷ്ഠത്തിലുമുണ്ട്. ഈ ത്രിമൂർത്തികൾ തന്നെ വീണ്ടും സപ്തമൂർത്തികളായി. ആ സപ്തമൂർത്തിത്വത്തെയാണ് സപ്ത വ്യാഹൃതികളെന്നും സപ്തർഷിമാരെന്നും സപ്തദേവതകൾ എന്നുമെല്ലാം തന്നെ അറിവുള്ളവർ പറയുന്നത്. ലോകത്തിലെ ഏതാണ്ട് എല്ലാ മതങ്ങളിലുമുണ്ട് ത്രിമൂർത്തികൾ. ബുദ്ധമതത്തിലെ ബ്രഹ്മാവ് മഞ്ജുശ്രീയും, വിഷ്ണു എന്നത് അവലോകിതേശ്വരനും അല്ലെങ്കിൽ പത്മവാണിയും, ശിവൻ അമിതാഭനുമാണ്. ചൈനയിലെ ബുദ്ധമതം ത്രിമൂർത്തികൾക്ക് അപ്പുറത്തെ ആരെയും തന്നെ കാണുന്നില്ല. എന്നാൽ നേപ്പാളിലെ ബുദ്ധമതം അമിതാഭന്റെ ഉൽപ്പത്തി ഭൂവായി ആദി ബുദ്ധനെ കൽപ്പിച്ചിട്ടുണ്ട്. ഹീബ്രു മതങ്ങളിൽ കാണുന്ന സെഫിറ, ചെക്മ, ഭിന എന്നീ മൂർത്തിത്രയം ത്രിമൂർത്തികളുടെ സ്ഥാനം വഹിക്കുന്നുണ്ട്. ഹീബ്രു മതം പല ദേവന്മാരിലും വിശ്വസിക്കുന്നുമുണ്ട്. കബല ഗ്രന്ഥങ്ങൾ ഏകനായ ഈശ്വരനിൽ നിന്നും ത്രിമൂർത്തികളും, ആ ത്രിമൂർത്തികളിൽ നിന്നും സപ്തർഷിമാരും, സപ്തർഷിമാരിൽ നിന്നും അസംഖ്യം ദേവന്മാരും ഉണ്ടായി എന്ന് വിവരിക്കുന്നുണ്ട്. ഇനി ഈജിപ്തിലേക്ക് കടക്കുകയാണെങ്കിൽ അവിടെയും ആദിമകാലം മുതൽക്ക് തന്നെ ത്രിമൂർത്തികളുണ്ട്. വിഷ്ണുവിൻ്റെ രണ്ട് രൂപങ്ങൾ ഒരുമിച്ച് ചേർന്ന ഓസിറീസും ഐസിസും ഹോറസും ആണത്. സൗരാഷ്ട്ര മതത്തിലും വിഷ്ണുവിൻ്റെ ഇരുരൂപമായ അഹുരാമസീതും അർമൈരി എന്ന പ്രപഞ്ച സ്രഷ്ടാവും ത്രിമൂർത്തി സ്ഥാനത്ത് വരുന്നുണ്ട്. ക്രിസ്തുമതത്തിലെ പിതാവ് ശിവനും പുത്രൻ എന്നത് വിഷ്ണുവും പരിശുദ്ധാത്മാവ് ബ്രഹ്മാവുമാണ്. അക്ഷരമെന്നും ക്ഷരമെന്നും ഉള്ള ബ്രഹ്മത്തിൻ്റെ രൂപങ്ങളിൽ, ഭാവവിശേഷങ്ങളിൽ ക്ഷരം പ്രപഞ്ചമാണ്. പ്രപഞ്ചം അനാദിയാണത്രേ. പക്ഷേ ഓരോ കൽപ്പത്തിൻ്റെയും അവസാനത്തിൽ അത് പുതിയതാക്കപ്പെടും. പ്രളയവും സൃഷ്ടിയുമാകുന്ന രാപ്പകലുകൾ ഒന്നിനു പിറകെ ഒന്നായി എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. പ്രളയമാകുന്ന രാത്രിയിൽ പ്രപഞ്ചം അവ്യക്തവും സൃഷ്ടിയാകുന്ന പകലിൽ അത് വ്യക്തവുമാണ്. രാപ്പകലുകൾക്ക് ഇടയിലുള്ള സന്ധ്യയിലാകട്ടെ അത് അവ്യക്ത വ്യക്തമാണ്. അവ്യക്തം, വ്യക്തം, അവ്യക്ത വ്യക്തം എന്നീ മൂന്ന് അവസ്ഥാഭേദങ്ങളിൽ അവ്യക്തത്തിലെ പ്രജ്ഞ ശിവനും, അവ്യക്ത വ്യക്തത്തിലേത് വിഷ്ണുവും, വ്യക്തത്തിലേത് ബ്രഹ്മാവുമാണ്. ആദ്യത്തേതിൽ പുരുഷനും പ്രകൃതിയും ഒന്നിച്ചു നിൽക്കുന്നു. രണ്ടാമത്തേതിലാകട്ടെ പുരുഷ പ്രകൃതികൾ വേർപിരിയാതെ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നു. മൂന്നാമത്തേതിൽ പുരുഷനും പ്രകൃതിയും രണ്ടായി. സത്വരജസ് തമസ്സുകൾ സൗമ്യാവസ്ഥയിൽ നിൽക്കുന്നതായ പ്രപഞ്ചം തമസ്സാണെന്നും ആ ഗുണസാമ്യസ്ഥിതി ക്ഷുഭിതമായി സത്വഗുണത്തിലൂടെ കടന്ന് രജോ ഗുണത്തിൽ എത്തിയെന്നും പുരാണങ്ങൾ വിവരിക്കുന്നുണ്ട്. ത്രിമൂർത്തികളുടെ ശരീരം ബ്രഹ്മാണ്ടം മുഴുവനും വ്യാപിച്ചിരിക്കുന്നു. പിണ്ടാണ്ടമായ മനുഷ്യ ശരീരത്തിൽ എന്ന പോലെ തന്നെ ബ്രഹ്മാണ്ട ശരീരത്തിലുള്ള ആത്മബുദ്ധി മനസ്സുകളിലെ ബുദ്ധിയിൽ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ ഉൾപ്പെട്ടിട്ടുണ്ട്. ആത്മാവ് പ്രപഞ്ചത്തിലെ ആത്മാവും മനസ്സ് അനാത്മ ബീജവുമാണ്. ഈ ബൃഹത്തൃത്വത്തിലെ മനസ്സാണത്രേ ജീവാത്മാവായി തീരുന്നത്. മൂർത്തിത്രയാത്മകമായ ബ്രഹ്മാണ്ടം മുഴുവനും സൂക്ഷ്മരൂപത്തിൽ പിണ്ടാണ്ടത്തിലുമുണ്ട്. ഓരോ ബ്രഹ്മാണ്ടത്തിനും വെവ്വേറെ ബ്രഹ്മ വിഷ്ണു ശിവന്മാരുണ്ട്. സമനിലയിലുള്ള അവരെല്ലാം തന്നെ ബ്രഹ്മാണ്ട മണ്ഡലേശ്വരനായ മഹാവിഷ്ണുവിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. പക്ഷേ അതിലും വലിയ ബ്രഹ്മാണ്ടത്തിൻ്റെ അതീശ്വരനായ മഹാവിഷ്ണുവിൻ്റെ കീഴിൽ പല പല സൃഷ്ടികർത്താക്കളുമുണ്ട്. അതിലും വലിയ ബ്രഹ്മാണ്ടത്തിൻ്റെ അതീശ്വരനായ മഹാശിവനു കീഴിൽ പല വിഷ്ണുമാരും
അതിലും വലിയ ബ്രഹ്മാണ്ടത്തിൻ്റെ ഈശ്വരനായ മഹാബ്രഹ്മാവിൻ്റെ കീഴിൽ പല വിഷ്ണു ശിവന്മാരുമുണ്ട്. അങ്ങനെ നാം അധിവസിക്കുന്ന ബ്രഹ്മാണ്ടത്തിൻ്റെ അധീശത്വം ഒരു മഹാവിഷ്ണുവിനാണ് എന്നതുപോലെ മറ്റു ബ്രഹ്മാണ്ടങ്ങളിലെ അധീശത്വം ഒരു മഹാശിവനോ ഒരു മഹാബ്രഹ്മാവിനോ ആയിരിക്കും. ഭവിഷ്യ പുരാണ പ്രകാരം ഒരു കൽപ്പത്തിലെ പുരാണ പുരുഷാസനം അലങ്കരിക്കുന്നത് വിഷ്ണുവാണെങ്കിൽ മറ്റൊന്നിലേത് സരസ്വതിയും വേറൊന്നിലേത് വരുണനും അങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. പുരാണ പുരുഷാസനസ്ഥനായ ഈശ്വരനെ മഹാവിഷ്ണുവിനെ യോഗഭാഷ്യകാരൻ ഇങ്ങനെ വിവരിക്കുന്നു: ഈശ്വരനെ ആത്മാനുഗ്രഹത്തിൻ്റെ അഭാവത്തിലും ഭൂതാനുഗ്രഹമാണത്രേ പ്രയോജനം. കൽപ്പപ്രളയത്തിലും മഹാപ്രളയത്തിലും ജ്ഞാനധർമ്മോപദേശം കൊണ്ട് ഞാൻ സംസാരികളായ ജനത്തെ ഉയർത്തുന്നു എന്നാണ് പറയുന്നത്. ബ്രഹ്മാവ് യജുർവേദത്തിൻ്റെയും ക്രിയയുടെയും, വിഷ്ണു ഋഗ്വേദത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും, ശിവൻ സാമവേദത്തിൻ്റെയും ഇച്ഛയുടെയും എന്നതുപോലെ തന്നെ മഹാവിഷ്ണു അഥർവവേദത്തിൻ്റെ ഋഗ്യജു സാമങ്ങളുടെ സമാഹാരത്തിൻ്റെ അതിദേവതയാണ്. ബ്രഹ്മാണ്ടാധിപനായ മഹാവിഷ്ണു വെളുത്ത നിറത്തോടും ശംഖ് ചക്ര ഗദാപത്മങ്ങളണിഞ്ഞ 4 കൈകളോടും വനമാലയോടും കൗസ്തുഭ രത്നത്തോടും കൂടി പ്രശോഭിക്കുന്നു. 4 കൈകൾ ഇച്ഛ, ജ്ഞാനം, ക്രിയ എന്നീ 3ഉം ആ 3ഉം കൂടിയ 4 തരം വ്യാപാരങ്ങളെയാണത്രേ സൂചിപ്പിക്കുന്നത്. ഹിന്ദുക്കളുടെ മിക്ക ആരാധനാമൂർത്തികൾക്കുമുള്ളതായിരിക്കുന്ന 4 കൈകൾ നാം അധിവസിക്കുന്ന ഭൂമി സൂക്ഷ്മ രൂപത്തിൽ നിന്നും സ്ഥൂല രൂപത്തിലേക്ക് എത്തിച്ചേരുന്നതിന് ഇടയ്ക്ക് കൈക്കൊണ്ട 4 പരിണാമഭേദത്തെ കാണിക്കുന്നു എന്നാണ് ബ്ലവാട്സ്കിയുടെ അഭിപ്രായം. ശംഖ് എന്നുള്ളത് ശബ്ദപരമായ സൃഷ്ടിയുടെ ചിഹ്നമാണ്. സ്വസ്തികമായുള്ള സുദർശന ചക്രം ശാശ്വതത്വത്തെ സൂചിപ്പിക്കുന്നു. ചുഴറ്റിക്കൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ഗദ സർപ്പിള രൂപത്തിലുള്ള പ്രപഞ്ച പരിണാമത്തെയും പത്മം പരിണാമത്തിൻ്റെ പരിപൂർത്തിയെയും കുറിക്കുന്നു. സകലത്തെയും ഏകത്വത്തിലേക്കും പരമ പ്രയോജനത്തിലേക്കും കൂട്ടിയിണക്കുന്നതിൻ്റെ ചിഹ്നമാണ് മാല. കൗസ്തുഭം എന്നുള്ളത് വേർപെടുത്തുവാൻ വയ്യാത്ത വിധം എല്ലാതും എല്ലാത്തോടും സംബന്ധമാണ് എന്നുള്ളതിൻ്റെ അടയാളമാണ്. ഓം മണിപത്മേഹും എന്ന ബുദ്ധമതക്കാരുടെ പ്രസിദ്ധ മന്ത്രത്തിലെ മണിയും ഇത് തന്നെയാണ്. അഹം എന്നും ഏതൽ എന്നുമുള്ളതായിരിക്കുന്ന രണ്ടും ഒന്നിച്ചു കൂടിയതായ പ്രപഞ്ചാത്മാവ് ഈശ്വരന്റെ തിരുമാറിടത്തെ അലങ്കരിക്കുന്നു എന്ന തത്വത്തെ കൗസ്തുഭരത്നം സൂചിപ്പിക്കുന്നു എന്ന് പറയാം. നീല പീതാംബരമാകട്ടെ നീലനിറവും പീതനിറവും കൂടിച്ചേർന്ന ആകാശത്തിന്റെ ചിഹ്നമായാണ് കൽപ്പിക്കപ്പെടുന്നത്. ഈ മഹാവിഷ്ണു തന്നെയാണ് നാമരൂപങ്ങളോട് കൂടി കലർന്ന സഗുണ ബ്രഹ്മം. മഹാവിഷ്ണു സപ്തമന്വന്തരം ഉൾപ്പെട്ട ഒരു മഹാമന്വന്തരത്തിന്റെ ഭരണകർത്താവാണ്. ഒരു മഹാവിഷ്ണുവിൻ്റെ അധികാര സീമയ്ക്ക് അപ്പുറത്തെ സംഖ്യാതീതമായ ബ്രഹ്മാണ്ട പരമ്പര വ്യാപിച്ച് കിടപ്പുണ്ട്. ആ മഹാവിഷ്ണുവിനും തദധീനരായ ബ്രഹ്മവിഷ്ണു ശിവന്മാർക്കും മാത്രം അറിവുള്ളതായ മഹാവേദത്തിനു മാത്രമേ ആ ബ്രഹ്മാണ്ട കോടികളെ പറ്റി വിവരിക്കാൻ കേൾപ്പുള്ളൂ.